ലങ്കാവി നമ്മൾ കോലാലംപൂർ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ 2-3 ദിവസം ഉണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പിന്നെ കേരളത്തിൽ നാട്ടിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ ലങ്കാവിയിൽ പോയി പറഞ്ഞ പോലെ നമ്മൾ ഇന്നിപ്പോൾ രാവിലെ വരെ ലങ്കാവിലായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ 11:30-11:45 നമ്മളെ ഫ്ലൈറ്റ് പുറപ്പെട്ടത്. ഇവിടുത്തെ സമയം 11:45 രാവിലെ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് മലിൻഡോ എയർ ആണ്. ബാറ്റിക് എയർ എന്നാണ് ഇപ്പോൾ അതിൻ്റെ പേര്. പക്ഷേ അതിൻ്റെ മുന്നത്തെ പേര് മലിൻഡോ എയർ ആണ്. ഇപ്പോൾ ബാറ്റിക് എയർ എന്ന് പറയും. അപ്പോൾ ആ ഫ്ലൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യണം പോകുന്നത്. മലിൻഡോ എയർ എന്ന് പറയുമ്പോൾ മലേഷ്യയും ഇന്ത്യയും കൂടി ചേർന്നിട്ടുള്ള ഫ്ലൈറ്റാണ് ഞാൻ പറയുന്നത്. മലായ് ഇന്ത്യ രണ്ടും കൂടി, അതൊന്ന് അതിൻ്റെ പേര് മലിൻഡോ എന്നായത്. നമ്മളെ ഫ്രണ്ടിലാണ് നമ്മളെ സീറ്റ് ഇരിക്കണത്. ആ കുറച്ച് ഭാഗങ്ങൾ പോർഷൻസുകൾ ബാക്കി ഇവിടെ ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ സീറ്റ് ഫ്രീ ആയിട്ട് ബാക്കിൽ വന്നിരുന്നതാണ്. അപ്പോൾ ഒരുപാട് സീറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒന്നും ആളുകളില്ല, കുറവാണ് ആളുകൾ. ഇത് കോലാലംപൂരിലുള്ള ഫ്ലൈറ്റാണ് മലിൻഡോ എയർ. ലങ്കാവിയിലാണ് ഇതെടുത്തത്, വണ്ടി എടുത്തത്. അപ്പോൾ നമുക്ക് അതിനെ കുറിച്ച് കാര്യം കാണാം. ഫ്ലൈറ്റിനെ കുറിച്ച് കാണിച്ചു തരാം. ലങ്കാവിന്ന് ഈ കോലാലംപൂർക്ക് ഏകദേശം 1 മണിക്കൂർ യാത്ര ഉള്ളൂ കറക്റ്റായി പറഞ്ഞാൽ. ഒരു കാരണം ഈ പറഞ്ഞ മാതിരി നമുക്ക് ബാക്ക് സീറ്റ് ഉണ്ടല്ലോ, ബാക്ക് സീറ്റ് ഒക്കെ ഉണ്ടോ, സീറ്റൊക്കെ ബാക്കിലൊക്കെ വെക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിലിരുന്നപ്പോഴേ ബാക്ക് വെക്കാൻ പറ്റിയില്ല. അത് ശരിക്കും പാസഞ്ചേഴ്സ് ഉള്ളതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ക്യാപ്പുകൾ അത്ര ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ പുറകിലിരിക്കുമ്പോൾ പിന്നിലിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് കണ്ടില്ലേ സുഖമായിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് പറ്റി ചാരാൻ പറ്റുന്നുണ്ട് ബാക്കിക്ക്. അതേപോലെ നമുക്കിവിടെ ഈ ടി വി കാര്യങ്ങളും ഇതാട്ടോ, പവർ ബട്ടൺ ഓൺ ആക്കിയിട്ടുണ്ട്. പക്ഷെ വരുമോയെന്ന് അറിയില്ല, എന്താ അറിയില്ല. അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും ടി വി. പക്ഷെ എന്താ കാര്യം വർക്ക് ചെയ്യുന്ന ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ നമുക്ക് ടേബിൾ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഉണ്ട്. പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഒരേ ബുക്കുകളുണ്ടോ, മറ്റേ സേഫ് ഇൻസ്ട്രക്ഷൻസിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അതായത് സിഗരറ്റ് പറ്റില്ല, മൊബൈൽ ക്യാമറ മറ്റുള്ളതൊന്നും പെർമിറ്റഡ് അല്ല. എന്താ ഇതിലറിയില്ല. പിന്നെ നമുക്ക് സീറ്റ് ബെൽറ്റിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയണതല്ലേ. ഓക്സിജൻ മാസ്ക് യൂസ് ചെയ്യേണ്ടതാണ്. ഓക്സിജൻ കിട്ടാത്ത സ്ഥലത്ത് ആയാൽ പെട്ടാൽ. പിന്നെ ഇത് എയർ ബാഗാണ് കേട്ടോ. എയർ ബാഗ് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതാണ്. യെല്ലോ കളറിലാണ് നമ്മുടെ എയർ ബാഗ് ഇവിടെ ഉണ്ടാവണം. അടിയിൽ താഴത്താണെന്നാണ് തോന്നുന്നത് എയർ ബാഗ്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ. പിന്നെ ഉള്ളത് പറഞ്ഞാൽ ബാറ്റിക് എയർ. ഞാൻ പറഞ്ഞല്ലോ ബാറ്റിക് എയർ എന്നാണ് ഫ്ലൈറ്റിൻ്റെ പുതിയ പേര്. അവരൊരു ബുക്കാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഹോട്ടലുകളാണ്. കോലാലംപൂരിലുള്ള ഹയാത്ത് പാലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൻ്റെ പരസ്യങ്ങളാണ്. ഓരോ കുറേ ആഡ്സും പരസ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. കാൽബേർഡ് പാർക്ക് അവിടെയുള്ള പാർക്കാണ്. വേൾഡ്സ് ലാർജസ്റ്റ് ഫ്രീ ഫ്ലൈറ്റ് വാക്ക്. സ്പ്രിംഗ് സീസണിലെ അട്രാക്ഷൻ ആയിട്ടുള്ള സ്ഥലം വന്നിട്ടുണ്ട്. ഫുജി സിറ്റി
നാജിമ, അനാമി, ഇതൊക്കെ അവിടുത്തെ സ്ഥലമാണല്ലേ. ഓസ്ട്രേലിയ, ഇന്ത്യ. ഇന്ത്യയിൽ ബാറ്റുകാർ ബാംഗ്ലൂരു, ഡൽഹി, കൊച്ചി, മുംബൈ, ട്രിച്ചി, ചെന്നൈ. ഡൊമസ്റ്റിക് ആയിട്ട് ഇന്ത്യയുടെ ഉള്ളിൽ പോകണം ഫ്ലൈറ്റ് ഉണ്ട് ബാറ്റുകാർ. തായ്ലൻഡ് ഉണ്ട്. തായ്ലൻഡിൽ ബാങ്കോക്കിലും പറ്റും. തായ്വാൻ. അപ്പോൾ അതത്രേ ഉള്ളൂ. ബാറ്റുകാരൻ്റെ ഒരു ബുക്ക് ഉണ്ട്. പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു എയർ സിക്നെസ് ബാഗ് എന്നിട്ടുണ്ട്. ഇത് ഈ ഭാഗത്താണ് ഇത് ഓപ്പൺ ആക്കേണ്ടത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓപ്പൺ ആക്കുക. ഇത് നമുക്ക് ഛർദിക്കാനോ തുപ്പാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കവർ പൊളിക്കണം. ഇവിടെ കവർ പൊളിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റും. അതിനുള്ള തോന്നുന്നുണ്ട്. പിന്നെ പറഞ്ഞ കാര്യം, ഫ്ലൈറ്റിൽ ഇങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ ഉച്ച സമയം ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ മേഘങ്ങളൊക്കെ നമ്മളെ അടിഭാഗത്ത് താഴ്ഭാഗത്ത് കാണുന്നത് നമുക്ക് ഉണ്ട്. ചെറിയൊരു വെയിലുണ്ട്, ഷെയ്ഡ് അടിക്കുന്നുണ്ട്. മേഘം അത്യാവശ്യം നല്ല ഉയരത്തിൽ തന്നെ പോകുന്നുണ്ട്. കാരണം മേഘങ്ങളൊക്കെ നല്ല അടിഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അടിയിലാണ് നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഇപ്പം ലങ്കാവിൽ പോന്നിട്ടുണ്ട്. നല്ല ഉയരത്തിലാണ് ഉണ്ടാകുക. നമ്മളിപ്പോൾ സേഫായിട്ടുള്ള ട്രാവലിംഗ് തന്നെ, യാത്ര തന്നെ കേട്ടോ. അപ്പോൾ ഒരു ഉച്ച സമയം ആയതുകൊണ്ട് നമുക്ക് കുറേ കാഴ്ചകൾ ഇപ്പോൾ കാണാൻ പറ്റും. രാത്രി കൊണ്ട് പിന്നെ നമുക്ക് അത്ര കാഴ്ചകൾ കാണാൻ പറ്റില്ല. ഇനി 1 മണിക്കൂറുള്ളല്ലോ വേണ്ടത് ആ കൊലാലംപൂരിക്ക്. പിന്നെ പറയാനുള്ളത്, പിന്നെ ഫ്ലൈറ്റിൽ ഫുഡൊന്നുമില്ല. ഫുഡൊക്കെ നമുക്ക് വേറെ പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരും. ഫുഡ്, വെള്ളം അതൊന്നുമില്ല. അതൊന്നും കിട്ടുന്നില്ല. അവരായിട്ട് വെള്ളം ഒന്നും കൊടുക്കില്ല. അത് നമുക്ക് വേണമെങ്കിൽ പൈസ ക്യാഷ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, മേടിക്കേണ്ടി വരും. കുറച്ച് ഇതുണ്ട്. ഗായ്സ്, അപ്പോൾ നമ്മൾ കോലാലംപൂർ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ക്യാപിറ്റൽ ഓഫ് മലേഷ്യ. അതായത് മലേഷ്യയുടെ നമ്മളിവിടുന്നാണ് കേട്ടോ. മറ്റേ ഈ എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ മുന്നേ ലങ്കാവിക്ക് പോയത്. കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. അതേപോലെ നമ്മൾ തിരിച്ച് കോലാലംപൂർ ഇറങ്ങി. ഇനി ഇവിടെ നമ്മൾ റൂമിലേക്ക് പോകും. അതേപോലെ തന്നെ ഇവിടെ കറങ്ങൽ ഇവിടെയൊക്കെ ആവും 3 ദിവസം. പിന്നെ 26-ാം തീയതി നമ്മൾ തിരിച്ച് കൊച്ചിക്ക് പോവുക. അങ്ങനെ പരിപാടികളൊക്കെ. അപ്പോൾ കാര്യങ്ങളങ്ങനെയാണ്. നിലമ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയോ. നിലമ്പൂർ എയർപോർട്ട് അടിപൊളി കേട്ടോ. വൈബ് എയർപോർട്ടാണ്. നമ്മളെ എയർപോർട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. മെയിൻ എയർപോർട്ടാണ് കേട്ടോ കോലാലംപൂര്. നല്ല വലിയ എയർപോർട്ടാണ്. സ്കൈ ബ്രിഡ്ജ് കൂടെ നമ്മളിപ്പോൾ നടന്നു വന്നത്. സ്കൈ ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ഒരുപാട് സ്റ്റാളുകളും മറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും എയർപോർട്ടിനുള്ളിൽ. ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ കോലാലംപൂർ എയർപോർട്ടിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ടാക്സി വിളിച്ചിട്ട് റൂമിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ മാതിരി ടാക്സി കണ്ടമാനം ടാക്സികളുണ്ട് കേട്ടോ. ഇതിൻ്റെ പിന്നിലൊക്കെ ഉള്ള കേട്ടോ നീല കളറ് കുറേ ടാക്സികളുണ്ട്. ഒക്കെ ആളുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയിട്ടാണ്. കാരണം പെട്ടെന്ന് ബുക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഓൺലൈൻ ബുക്കിംഗ് ആണ് കേട്ടോ. അതായത് ഗ്രാബ് ആപ്പ് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ബുക്ക് ചെയ്യാൻ പറ്റും. ആ ബുക്ക് ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് അതിൽ പെട്ടെന്ന് വരും. നമ്മൾ വണ്ടി നമ്പർ നോക്കിയാൽ മതി. നമ്പർ അതിൽ കാണിക്കുക. നമ്പർ നോക്കിയാൽ നമുക്ക് നേരെ കയറുക. നമുക്ക് ഏത് സ്ഥലത്തേക്കാണോ വേണ്ട അവിടേക്ക് പോകാൻ പറ്റും. അങ്ങനെയുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ
ഇനി ജസ്റ്റ് റൂമിലെത്തിയാൽ റൂമിൽ പോവുകയാണ്. അപ്പോൾ അത് വരെയൊക്കെ നമ്മൾ വീഡിയോ ഉണ്ടാവുക ഗൈസ്. അപ്പോൾ നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഓക്കെ.